പോലീസ്, ഒരു ടീം, പിന്നെ അവരുടെ വോളണ്ടിയേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ കാശ് കൊടുത്ത് ഇവിടെ കിട്ടാത്ത പരിപാടിയൊന്നുമില്ല. ഫേസ്ബുക്കിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണ് നമുക്ക് തുരുതുരാ ഫ്രണ്ട് റിക്വസ്റ്റുകളാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് അതേ സംഭവം തന്നെ, ഇവിടുത്തെ കെണി. ഒരുപാട് ഒരുപാട് ആളുകൾ ഇതിന് പിന്നിലുണ്ട്. ഒരു പോലീസ്, ഒരു ടീം, പിന്നെ അവരുടെ വോളണ്ടിയേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, കുട്ടികൾക്കെതിരെ നടക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. കാശ് കൊടുത്ത് അവിടെ കിട്ടാത്ത പരിപാടിയൊന്നുമില്ല. ഇതൊന്നും പോരാതെ ആ പിള്ളേർ അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരാൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് അവരുടെ ഏജ് ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഏജ് പറയുന്നുണ്ട്. അതായത് ഏജ് പറയുമ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്യണം, നമുക്ക് പ്രായപൂർത്തിയാവാത്തതാണ്, അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തൊരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ വിടണം. അപ്പൊ ഇതിനിടയ്ക്ക് നാട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഒരാളുടെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ഒന്നും വരത്തില്ല. ഞാൻ കാര്യത്തിലാണ് പറഞ്ഞത്. ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് എന്നെ അറിയാവുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് ഒരാളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് ഒരു 6-7 മാസം കഴിയുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ശരി, ഫേസ്ബുക്കിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണ്, നമുക്ക് തുരുതുരാ ഫ്രണ്ട് റിക്വസ്റ്റുകളാണ്. നോക്കുന്ന സമയത്ത് എല്ലാം ഈ ബ്രിട്ടീഷ് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് യുവതികളുടെ പ്രൊഫൈൽ പിക്കുകൾ, ഫോട്ടോസ് വെച്ചിട്ടുള്ള ഫ്രണ്ട് റിക്വസ്റ്റുകളാണ് എനിക്ക് വന്നത്. ഞാനിപ്പോൾ ആദ്യം കാണുമ്പോൾ ആ സമയത്ത് ഇത് കൊള്ളാലോ, നമ്മളൊക്കെ ഇവിടെ വന്ന് നമുക്കൊക്കെ ഫ്രണ്ട് റിക്വസ്റ്റാണ് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ നോക്കി. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പോരാ, നമുക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിദേശ വനിതയുടെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു വെച്ചാൽ നമുക്ക് അവരോട് മുട്ടി നിൽക്കാനുള്ള ആയുധം നമ്മുടെ കയ്യിലില്ല. കമ്മ്യൂണിക്കേഷൻ തന്നെ. ഞാൻ വന്നിട്ട് 6 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്കത് പറ്റാത്തതുകൊണ്ട് ഞാൻ കുറേ കാലമൊക്കെ ഫ്രണ്ട് റിക്വസ്റ്റ് റിമൂവ് ചെയ്ത് കളയും. പിന്നെ കുറച്ച്, അതായത് ഒരു വർഷം ആയ സമയത്ത് പിന്നെ ഈ ഫ്രണ്ട് റിക്വസ്റ്റുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. നമ്മളിത് കുറേ പ്രാവശ്യം റിമൂവ് ചെയ്ത് കളയല്ലേ. പിന്നെ ഞാൻ എൻ്റെ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ച്, പണി വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഈ ഫ്രണ്ട് റിക്വസ്റ്റ് മെസ്സേജൊക്കെ അയക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് റീപ്ലൈ അയക്കുകയാണ്. പിന്നെ അവർ ചാറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നു, പിന്നെ അവർ റിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ മെസ്സേജുകൾ ഇങ്ങനെ ചാറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിനിടയ്ക്ക് ഇവരെപ്പോഴെങ്കിലും ഇവരുടെ ഏജ് പറയും. ഈ ഏജ് പറഞ്ഞതിന് ശേഷവും നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുകയാണ്, നമ്മൾ അവരുടെ അടുത്ത് ചാറ്റ് ചെയ്യുകയാണ്, സെക്ഷലി ചാറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നമ്മൾ അവരെ മിസ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ അവരുടെ ചാറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ നിന്റെ ജീവിതം തീർന്നു എന്ന് കണക്കാക്കിയാൽ മതി. ഇനി വരുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു രാജ്യത്ത് പോകുന്ന സമയം നമ്മളവിടെ ജീവിക്കാൻ വേണ്ടി പോവാം, നമ്മളവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ എങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോ അത്രയ്ക്ക് മുട്ടി നിൽക്കണമെങ്കിൽ എത്രയോ വഴികൾ, ഇവിടെ ഒരുപാട് വഴികളുണ്ട്. അപ്പൊ ഇതൊന്നും പറ്റാതെ ആ കൊച്ച് അല്ലെങ്കിൽ പ്രായം കുറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ചാറ്റ് ചെയ്ത് അങ്ങനെയാണ് 1 വർഷം മുമ്പ് ഒരു മലയാളി ഇവിടെ നല്ല മൂഞ്ചല കിട്ടിയത്. ആ മലയാളി വന്ന് അവനെ അവന് ഈ ലൂട്ടൻ എന്നൊക്കെ ലണ്ടനിൽ നിന്ന് ലൂട്ടൻ വരെ വന്ന് കയ്യിൽ കോണ്ടോ ഒക്കെ ആയിട്ടാണ് പുള്ളിക്കാരൻ വന്നത്. മലയാളി സ്റ്റുഡൻ്റാ. അവൻ വന്ന് അപ്പോഴേക്കും അവന് ചുറ്റും പോലീസ് കൂടി അവന് വീഡിയോ എടുത്ത് ഓൺലൈനിൽ കൂടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലോകം മൊത്തം കണ്ടു, ഒരാളല്ല. അവര് ഈ കഴിഞ്ഞ ദിവസത്തെ 2 ആഴ്ച മുമ്പ് നടന്ന ഈ ഇൻസിഡന്റിലും അവർ പറഞ്ഞ് നിങ്ങളെ ഇപ്പൊ ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പുള്ളിക്കാരന്റെ വൈഫ് ചോദിക്കുന്നുണ്ട്, ഗിവ് മി വൺ ചാൻസ്. ഒരു സെക്കൻഡ് ചാൻസ് എന്നുള്ള ഒരു സംഭവമേ ഇല്ല. കാരണം ഇത് കുട്ടികൾക്കെതിരെ ആയിട്ടുള്ള അതൊരു വലിയ ക്രൈമാണ്. ശരിക്കും ഇവിടെ ക്രൈം നടന്നോ അല്ലെങ്കിൽ പീഡനം നടന്നോ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. പക്ഷെ പീഡനം നടക്കുന്നത് തടഞ്ഞു. അങ്ങനൊരു ബേസിലായിരിക്കും, അങ്ങനൊരു സംഭവത്തിലാണ് ഇവര് നിങ്ങളെ പിടിച്ചോണ്ട് പോണത്. നമ്മളിപ്പോ ആലോചിക്കണം, നമുക്കൊരു ഫേസ്ബുക്കിൽ കൂടെ അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ കൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കൂടെ നമുക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വരികയാണ്, ഒരു വിദേശ വനിതയുടെ നമുക്ക് വരികയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കണം. അല്ലാതെ നമുക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് വരുമ്പോഴേക്കും നമ്മളെന്തോ വലിയ ആനയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് തിരിച്ച് റീപ്ലൈ ചെയ്ത് ഇതൊരു തരത്തിലുള്ള ഒരു കടിയാണ്. അതിനുള്ള മരുന്നാണ് ഇവര് വെച്ചു കൊടുക്കുന്നത്. ശരിക്കും ഇതൊരു നല്ലൊരു കാര്യം എന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ പോലീസിന്റെ ഭാഗത്ത് ഞാൻ ചെയ്യത്തുള്ളൂ, പോലീസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. കാരണം ഇങ്ങനെ പ്രായം പറഞ്ഞതിന് ശേഷവും അല്ലെങ്കിൽ അവൻ ആ വീഡിയോയിൽ അവൻ പറയുന്നുണ്ടായിരുന്നു എന്താ കമ്മ്യൂണിക്കേഷൻ, അതിങ്ങനെ ലാംഗ്വേജ് ഇത് ചെയ്യാൻ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയാണ്. പിന്നെ 10-12 വയസ്സുള്ള പിള്ളേരല്ലേ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ഇതാക്കണേ. അവന്റെ വൈഫ് കരഞ്ഞ് പറഞ്ഞ് ചോദിക്കണം, എനിക്ക് ഗീവ് മീ സെക്കൻഡ് ചാൻസ് ഒന്നും ഇല്ല, അതൊന്നും നടക്കണ കാര്യമല്ല.
നിങ്ങൾ ഇതിപ്പോ ഇങ്ങനെ വന്നിട്ട് ഇതിപ്പോ രണ്ടാമത്തെ ഒരു മലയാളി, എനിക്ക് അറിയാവുന്നതിലിപ്പോ, അറിയാവുന്ന പറഞ്ഞാൽ ഞാൻ ഈ കണ്ടതിലിപ്പോ രണ്ടാമത്തെ ഒരു മലയാളി ഇത് കുടുങ്ങുന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ ഈ വീഡിയോ ഇത്രയും മീഡിയകളിൽ, ഫേസ്ബുക്കിൽ കൂടെയും വാട്സപ്പിൽ കൂടെയും എല്ലാവരുടെയും സർക്കുലേറ്റ് ചെയ്ത് ഒരുവിധപ്പെട്ട മലയാളികളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. ഇതിന് ശേഷവും വന്നിട്ട് ഒരു കിഴങ്ങൻ ഇതിൽ വന്ന് പെട്ടു എന്ന് പറയുമ്പോഴാണ് ഇത് എന്താ പറയുക, ഇതൊരു വേറെന്തോ അസുഖമാണ്, ഒരു ഞരമ്പിന്റെ എന്തോ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത് കുടുങ്ങിപ്പോണത്. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾക്ക് ഒരാൾ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കണം, നിങ്ങൾക്ക് ഒരാൾ മെസ്സേജ് അയക്കുകയാണ്, നമ്മളത് റീപ്ലൈ ചെയ്യണോ? നമ്മുടെ യുക്തിയാണ് അവിടെ പ്രയോഗിക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുകയാണ്, ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കുകയാണ്, നമ്മൾ നമുക്ക് കിട്ടിയല്ലോ സംഭവം പൊളി എന്നുള്ള ലെവലില് അവർക്ക് റീപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അടുത്ത് തിരിച്ച് ചാറ്റ് ചെയ്യുകയൊന്നും അല്ല ചെയ്യേണ്ടത്. ഭൂരിപക്ഷം വരുന്ന മലയാളികളും നല്ല അടിപൊളിയായിട്ട് ഇവിടെ സുന്ദരമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞ ഇങ്ങനെ ചിലപ്പോൾ ഈ അറിയാതെ പോയിട്ട് ഈ ട്രാപ്പിൽ പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതിന്റെ ആവശ്യമില്ല. ചിലപ്പോൾ ഈ ചാറ്റിങ്ങിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ഈ ഏജിനെ കുറിച്ച് പറയുന്നത്. അത് ചിലപ്പോൾ എന്താ പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വരത്തില്ല, നിങ്ങൾ പിന്നെയും ചാറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സെക്ഷലി ചാറ്റ് ചെയ്യുന്നവനെ എന്ന് ഞാനിതിൽ പെടുത്തിയിട്ടില്ല കേട്ടോ. അതല്ലാത്തുള്ള ആളുകളുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്. സെക്ഷലി ചാറ്റ് ചെയ്യുന്ന അത് എന്തോ ഞരമ്പിന്റെ എന്തോ അസുഖമാണ്, അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അല്ലാതെ ഈ ചാറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ട്, അല്ലാതെ ഈ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഞാൻ അവരാണ് പറഞ്ഞത്. മാക്സിമം ഈ കാര്യം എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. UK കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ചാനലാണ് നമ്മുടെ. പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.